400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയം കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്, ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 ഇത് പറഞ്ഞാലൊന്നും. ഇന്നലെ ഒരു കൊച്ചു പോയി, കൊച്ച് വയസ്സ് 25. ഒരു 50 പേര് 100 പേര് കൊണ്ട് 10 പേരുടെയെങ്കിലും ഡീറ്റെയിൽസ് അദ്ദേഹം കൊടുത്ത് തെളിയിക്കട്ടെ. ഇത് കൊണ്ടുപോയി ലവ് ജിഹാദ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തിനു നമ്മൾ അധികം പറയുന്നു? 30 വർഷം ഒരു പ്രദേശത്തിന്റെ പൂഞ്ഞാറിന്റെ MLA ആയി നിന്ന അദ്ദേഹത്തിന് ഈ 30 വർഷം അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ 25 30 അല്ലെ 1 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ആണോ ഈ 400 പേര് ഒരു പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെടുന്നത്? ഇദ്ദേഹം MLA ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തൊഴിലെന്തായിരുന്നു? എന്തുകൊണ്ട് അദ്ദേഹം അത്തരം നടപടികൾക്ക് മുന്നിൽ നിന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ണടച്ചു കൊടുത്തിട്ടുണ്ട് അത്തരം വിഷയങ്ങൾക്ക്. അപ്പോൾ ഇന്ന് BJPയോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, ധ്രുവീകരണ പരാമർശങ്ങൾ മാത്രം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന പുതിയ സംവിധാനങ്ങളാണ്. എന്തിന് 4000 കണക്കുണ്ട്. പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളിലുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു ചോദിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലവ് ചെയ്യാതെ പറഞ്ഞത്. പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേഴ്സനാണ് ഇവിടെ നമ്മൾ കൃത്യമായി പറയാം. വിവാദ പരാമർശങ്ങളിൽ ഒട്ടും പുറകോട്ടില്ലെന്ന് PC ജോർജ്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് ജയിലിലായ ജോർജ് ഇത്തവണ കയറിപ്പിടിച്ചത് വീണ്ടും ലവ് ജിഹാദിലാണ്. PCയുടെ കണക്കുകൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു. തെളിവുകൾ എന്തെന്ന് ചോദിച്ചപ്പോൾ PCക്ക് മറുപടിയുമില്ല. ഇങ്ങനെയായിരുന്നു ന്യൂസ് 8നോട് രാവിലെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയത്. ചേട്ടാ, വിവാഹം കഴിച്ച് പോകണമെങ്കിൽ നല്ലതാണ്. എനിക്ക് തർക്കമില്ലെന്ന്. ഇപ്പം മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം, വളരെ എന്നാ കുഴപ്പം. പക്ഷെ ഇതല്ല, ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും. പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് അതുങ്ങളൊക്കെ ജീവിതം കട്ടപ്പയ്യായെന്ന് മനസ്സിലായില്ലേ? അതിന്റെ വിശ്രാന്തിക്ക് ഞാൻ കിടക്കും. നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ട്, അന്വേഷിക്കൂ. എന്റെ വായിന്ന് തന്നെ കേൾക്കണമെന്ന് പിടിക്കണം. പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന, പ്രത്യേകിച്ചും ഒരു സമുദായത്തിനെതിരെ, അതിന് കൃത്യമായ തെളിവുകൾ വേണം. നിരവധി ഏജൻസികൾ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടെത്തിയ വളരെ ഹെക്റ്റിക്കായ ഒരു വിഷയം PC വീണ്ടും ഉയർത്തുന്നത് എന്തിനാണ്? BJP നേതാക്കൾ പറയാൻ മടിക്കുന്ന വിഷയങ്ങളിൽ PC മുന്നിൽ നിൽക്കുന്നത് ആരുടെ താല്പര്യത്തിലാണ്? PCയുടെ ലക്ഷ്യം ഒരു സമുദായത്തെ മാത്രമാകുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? PC ഇനിയും വായടക്കില്ലേ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ CK ഷാക്കീർ, ശ്രീ കെന്നഡി കരിമ്പൻകാല അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ഷാവു പ്രസാദ് വലതു നിരീക്ഷകൻ, ഒപ്പം ശ്രീജിത്ത് പണിക്കർ സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ കെന്നഡി കരിമ്പൻകാല, PC ജോർജിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കണം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഒരു സമുദായത്തിനെതിരാണ്. പക്ഷേ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച്, നമ്മുടെ സംസ്ഥാനത്തെ 3ഓളം DGPമാർ അന്വേഷിച്ച് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും അതുണ്ട് എന്ന് PC പറയുകയാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസുണ്ടോ? പരാതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്ന് മറുപടി പറയുകയാണ് PC. എങ്ങനെ വിശ്വസിക്കും PC പറയുന്ന കാര്യങ്ങളെ പൊതുസമൂഹം? രഞ്ജിത്തെ, ഞാൻ ആമുഖമായി ഒരു കാര്യം പറയാം. കത്തോലിക്ക പള്ളികളുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. സീറോ മലബാർ സഭയിലെ ഒരു രീതി പ്രത്യേകമായി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഇടവകകളിൽ വളരെ ചെറിയ മൈക്രോ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ കിട്ടാനുള്ള ഒരു രീതി ഞങ്ങൾക്കുണ്ട്. കാരണം 25 കുടുംബങ്ങളാണ് മാക്സിമം ഒരു യൂണിറ്റിലുണ്ടാകുക.
ഓരോ 25 കുടുംബങ്ങളെയും തിരിച്ച് കുടുംബ യൂണിറ്റുകളായി തിരിച്ച് വളരെ ഡെമോക്രാറ്റിക്കലായ രീതിയിലാണ് അതിനകത്തൊക്കെ പ്രസിഡന്റ് അതിൻ്റെ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുക. അങ്ങനെ ഒരിടവകയിൽ ഇപ്പം ഒരു 10,000-3000 പേരുണ്ടെങ്കിൽ ഈ 25 പേരുള്ള അംഗങ്ങളുള്ള യൂണിറ്റുകളായി തിരിക്കും. ഇതെല്ലാ മാസവും ഏതെങ്കിലും വീടുകളിൽ മാറി മാറി ഈ കുടുംബ യോഗങ്ങൾ ഈ യൂണിറ്റിൻ്റെ നടന്നുകൊണ്ടിരിക്കും. ഇതിനൊരു സെൻട്രൽ കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളും അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ പുരോഹിതരും ഒക്കെ ബന്ധപ്പെട്ടവരൊക്കെ പങ്കെടുക്കും. ഇതിനിടയ്ക്കുള്ള പല പരിപാടികളും ഇൻ്റർ യൂണിറ്റുകൾ തമ്മിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പൊതുവായൊരു ഇൻട്രാക്ഷനും അത് മാത്രമല്ല ഒരു ബേസ് ലെവലിൽ തന്നെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഇടവകകളിൽ കൃത്യമായി കിട്ടാൻ ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ പറഞ്ഞു, വളരെ നാളുകളായി ഈ ഒരു ആരോപണം, ഈ ഒരു ഇത്തരം ഒരു വഞ്ചനാപരമായ സമീപനത്തിനെതിരെ വളരെ നാളുകളായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രോപ്പറായ ഒരു കമ്മീഷനെ വെക്കുകയും അത് അന്വേഷിക്കുകയും അത്തരത്തിൽ അതിനകത്ത് ഒരു നടപടിയുണ്ടോ, അങ്ങനെ കാര്യങ്ങളുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്തരം ലവ് ജിഹാദിനെതിരെ നിയമം നിർമ്മാണത്തിന് പലരും മുതിരുന്നു? ഈവൻ മഹാരാഷ്ട്രയിൽ പോലും വരാൻ പോവുകയാണ്. ജസ്റ്റിസ് ശങ്കറിനടക്കം ഈ കാര്യത്തിൽ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. അല്ല, അഭിപ്രായം പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഏജൻസികളൊക്കെ അന്വേഷിച്ചു, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല എന്ന് വ്യക്തമായി. കോടതിയുടെ പരാമർശമുണ്ട് ഇക്കാര്യത്തിൽ. നമുക്കറിയാം, DGP-മാർ വരെ നേരിട്ട് അന്വേഷിച്ച വിഷയമാണ്. ഇതിൽ ഇങ്ങനെ നമുക്കൊരു കൃത്യമായ തെളിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ PC ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്. സമൂഹത്തെ ബാധിക്കുന്ന വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തുമ്പോൾ അതിലെപ്പോഴും കൃത്യത പാലിക്കണം, തെളിവുകൾ വേണം. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല എങ്കിൽ പോലും ഇത് കുറച്ചുകൂടി സെൻസിറ്റീവ് വിഷയമല്ലേ? അതിനെ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ DGP ആയിരുന്ന സെൻകുമാർ അടക്കം ഈ ലവ് ജിഹാദിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നത് നമ്മുടെ മുന്നിലുണ്ട്. എന്ത് ബേസിലാണ് രഞ്ജിത്ത് ഇത് ബേസ്ലെസ് ആണെന്ന് പറയുക? ക്രിസ്ത്യൻ വിഷയങ്ങളിൽ അതിനെ പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഈയിടെ അടുത്ത് ഒരു JB കമ്മീഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ക്രിസ്ത്യൻ വിഷയങ്ങളിൽ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമുദായത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു കമ്മീഷൻ ഈയുടെ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കി സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തു. വെളിച്ചം കണ്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാകുക? ആരാണ് നിങ്ങളോട് ഈ ഒരു സംഭവം ഇല്ല? ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ? ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു വിഷയമാകുമ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലോ. നോക്കൂ, ഇതിനകത്തുള്ളൊരു വിഷയം അതാണ് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ. ഇതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല കുടുംബങ്ങളിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ മിസ്സാവുക. ഇത് മിസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൊണ്ടുപോയ ശേഷം മാതാപിതാക്കൾക്ക് തിരികെ കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഇപ്പം തന്നെ നോക്കൂ, 4000-ഓളം പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിട്ട് പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അതെ, എന്നിട്ട് 41 പേരെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ വാസ്തവം അന്വേഷിക്കട്ടെ. അതിനകത്ത് വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇല്ലാതെ പറയട്ടെ. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് രേഖാമൂലം പ്രതികരിക്കാൻ പറ്റാത്ത വരുന്നത്? പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും എല്ലാം പുറത്തു വരുന്നു. അത് ആ പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ച് ഒരു തമ്മനയിൽ വെച്ച് പിറ്റേ ദിവസം മുതൽ പ്രകടനം തുടങ്ങി, ആഘോഷമായി, പിന്നെ കച്ചവടച്ചരക്കായി മാറുകയാണ്. ഏതെങ്കിലും നല്ല കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുമോ? അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ അതിൻ്റെ ആ സെൻസിറ്റീവായ ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം അങ്ങനെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കാതലായ വിഷയമാണ്. അങ്ങനെ യഥാർത്ഥമായി അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട സഭ തന്നെയാണ്. അത് പലപ്പോഴും പിതാക്കന്മാർ പറയുന്നുണ്ട് എങ്കിൽ പോലും നിയമപരമായ ഒരുപാട് അവസരങ്ങളുള്ള ഒരുപാട് വഴികളുള്ള നാട് കൂടിയാണ് നമ്മുടേത്. അവിടെ അത് സ്വീകരിക്കാതെ ഇങ്ങനെ പൊതുവേദികളിൽ വെറുതെ വിളിച്ചു പറയുന്നതല്ലാതെ മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിന് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നത്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വിഷയം പാലാപിതാവ് ഉന്നയിച്ചപ്പോൾ ഓർമ്മയുണ്ടോ എന്താ നടന്നതെന്ന്? പാലാപിതാവിൻ്റെ അരമനയിലോട്ട് കുറേ തീവ്രവാദികൾ സമരം നയിച്ചതൊക്കെ ഓർമ്മയുണ്ടോ?
അല്ല അങ്ങനെ പേടിച്ച് ആരാണ് പിന്മാറുന്ന ഒരാളാണോ സാർ ഈ പാലാ പിതാവും അരമനയിലേക്ക് കത്തോലിക്ക മാർച്ച് സഭയും ഒക്കെ? ഇനി അതൊക്കെ പോട്ടെ, നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കയറിയുള്ള വിഷയത്തിൽ അല്ല, ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സത്യസന്ധമായി പറയൂ, ദിവസവും പത്രം തുറന്നാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു നർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെട്ടാൽ അതിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതൊന്നുകിൽ മേരിയായിരിക്കും, അല്ലെ അന്നമ്മയായിരിക്കും, അല്ലെ നമ്പ്യാരുകുട്ടിയായിരിക്കും, അല്ലെ നായരുകുട്ടിയായിരിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന സത്യമാണോ എന്ന് എടുത്ത് നോക്കിക്കോളൂ, നോക്കിയിട്ട് പറയൂ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് ബോധപൂർവം അല്ല എന്നങ്ങ് കരുതാൻ കഴിയുമോ? അതിനെ നർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കണ്ടേ? ഉയർത്തിക്കാട്ടിയതാണ്. അതിലും പിന്നീട് ചർച്ചകൾ ഉണ്ടായില്ല. ശ്രീ സി കെ ഷാക്കിർ, ഇവിടെ ഇതൊക്കെയാണ് കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് ജോർജിന്റെ അനുയായി, ക്ഷമിക്കണം, ജോർജിന്റെ ഒരു അനുകൂലിയൊക്കെ ആയ ശ്രീ ജോർജ് കെന്നഡി കരിമ്പങ്കാല പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ നമ്മൾ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സഭയ്ക്ക് സംശയമുണ്ട്. ജോർജ് ഉന്നയിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. അങ്ങനെ തെളിയട്ടെ, അല്ലെങ്കിൽ ഇല്ലെന്ന് തെളിയട്ടെ. അത്തരം ഒരു നിലപാട് ലീഗിനുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമല്ല അഭിപ്രായം നോക്കേണ്ട കാര്യമില്ലല്ലോ. സത്യസന്ധമായി അന്വേഷണം നടന്നോട്ടെ. ഈ ജോർജ് വിളിച്ചു പറയുന്ന ഇത്തരം എന്താ പറയുക അബദ്ധജടിലമായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ എന്താ പറയുക ജീവിതത്തിലെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം ജോർജ് രണ്ടാമനായിട്ട് ഈ കെന്നഡിയെ കൂട്ടാൻ പറ്റുള്ളൂ. കത്തോലിക്ക സഭയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകളും നല്ല വിശ്വാസികളുമൊക്കെയാണ്. ഇവിടെ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഈ മീനച്ചിൽ പിന്നെ താലൂക്കിൽ ആകെ 4 ലക്ഷം ആളുകളും 1 ലക്ഷം വീടും ഒക്കെയാണ് ഉള്ളത്. കൃത്യമായി കണക്കെടുത്താൽ കിട്ടുമല്ലോ. 400 ആളുകൾ എങ്ങനെയുണ്ടോ? 400 വേണ്ട, ഒരു കേസെങ്കിലും അങ്ങനെ പിന്നെ ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ? ഒരു സിംഗിൾ കേസ്. അങ്ങനെ വെറും വസ്തുതാവിരുദ്ധമായി എത്രയോ അന്വേഷണ, നിങ്ങൾ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, പല കോടതികൾ പിന്നെ പലതരത്തിലുള്ള കേസുകൾ വന്നു. ഒരു കേസ് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കേസ് പോലും അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ മെനക്കെടുമ്പോൾ അതിന് നിയന്ത്രിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും പോലീസും ഒക്കെയാണ്. ഞങ്ങൾ ഇതിനെ കാണുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തി, സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളുകളെ നിയമപരമായ രീതിയിൽ മാതൃകാപരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ വെറുതെ ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സിംഗിൾ കേസ് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്ക്, ഈ PC ജോർജിന്റെ വീട്ടിൽ തന്നെ മതപരിവർത്തനം നടത്തിയിട്ടില്ലേ? എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഒരു പിന്നെ ജഗതിയുടെ മകള് അദ്ദേഹത്തിന്റെ മരുമകളായി വരുന്നു, എന്നാൽ ആ മതത്തിൽ നിന്ന് മുന്നോട്ട് പോകട്ടെ, ജീവിക്കട്ടെ എന്ന് കരുതണ്ടേ? അവർ മാമോദിസ മുക്കി അൽഫോൻസ എന്ന് പേര് നൽകി മതം മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും പരാതി പറഞ്ഞു? ഏതെങ്കിലും മതക്കാർ പരാതി പറഞ്ഞോ? ആരെങ്കിലും നമ്മൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ പ്രേമമുണ്ടായി അവർ നമ്മൾ കല്യാണം കഴിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതൊക്കെ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് അതുവഴി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പിന്നെ ശിക്ഷിക്കണം. അല്ലെങ്കിൽ വല്ല പിന്നെ കുതിരവട്ടത്തോ തലക്ക് സുഖമില്ലാത്ത ആളുകളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം. രണ്ടാലൊന്നാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് സംശയം, ഇന്ന് PC ജോർജിന്റെ പുത്രൻ പത്രക്കാരോട് പറഞ്ഞ ചില സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കാനാണ് ഇത്തവണ പോയിട്ടുള്ളത്. ആ ലഹരി വിരുദ്ധ പരിപാടിയിൽ പിന്നെ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഈ ഷോൺ ജോർജോ മറ്റോ എടുത്തു കൊടുത്തു എന്ന് സംശയിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ വിഷയവുമായി ബന്ധമില്ലാത്ത സംഗതികൾ, മുമ്പ് ചാനൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധമില്ലാത്ത സംഗതികൾ വിളിച്ചു പറയാണ്. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തെ ഒന്നുകിൽ നിയമപരമായി പിന്നെന്താ പറയുക, രാജ്യത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക, അല്ലെങ്കിൽ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലോ മറ്റോ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് എന്ത് പറയാനാ കാര്യത്തിൽ? ശ്രീ ഷാവു പ്രസാദ്, ലവ് ജിഹാദ് എന്ന വിഷയം വളരെ സങ്കീർണമായ വിഷയമാണ്. ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ്. അതിനുശേഷം നാർക്കോട്ടിക് ജിഹാദ് വന്നു. ഇതൊക്കെ പലപ്പോഴും കത്തോലിക്ക സഭയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ്. PC ജോർജ് പലപ്പോഴും ആവർത്തിക്കുന്ന കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ജോർജിൻ്റെ ഒരു സ്വഭാവം അറിയാം. ജോർജ് സഭയിലൊക്കെ സംസാരിക്കുന്ന രീതി അറിയാം. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞാൽ എന്താണ് തെളിവ് എന്ന് അദ്ദേഹം പഴയ സിനിമയിൽ ശങ്കരാടി കാണിച്ചതുപോലെ കാണിക്കുന്ന ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഗൗരവതരമല്ലാത്ത ഗൗരവതരമെന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിലും സമൂഹത്തിന് പൊതുവെ ഗൗരവതരമല്ലാത്ത പരാമർശങ്ങളിലൂടെ വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുക മാത്രമാണോ ജോർജിൻ്റെ ലക്ഷ്യം? രഞ്ജിത്തെ, എനിക്ക് കുറച്ച് സമയം തരണം.
അതായത് ഇപ്പൊ ഇവിടെ പരാമർശ വിധേയമായിരിക്കുന്ന ലവ് ജിഹാദ് അല്ലെങ്കിൽ ഈ നർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയുള്ളതൊക്കെ ഓരോ സമയത്തെ സാന്ദർഭികമായി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്, അല്ലാതെ അതൊന്നും ലീഗൽ ടൈംസ് അല്ല. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദിനെതിരെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസില്ല, ഉണ്ടാവില്ല, അത് പറ്റില്ല. കാര്യം നമ്മുടെ ലീഗൽ ഇതില് നമ്മുടെ പദാവലികളിൽ, നിയമ പദാവലികളിൽ അങ്ങനെ ഒരു പദമില്ല, അങ്ങനെ ഒരു വിഷയവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ കേസില്ല, ശരിയാണ്. ഇനിയും നമ്മളിവിടെ പറയേണ്ടത് നമ്മുടെ മുമ്പിൽ പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കുകയാണ് വേണ്ടത്. നോക്കൂ, ഇവിടെ ഈ നാട്ടിൽ ആയിരക്കണക്കിന് പ്രണയവിവാഹങ്ങൾ നടക്കുന്നുണ്ട്, ഇന്റർ കാസ്റ്റ് ഇന്റർ റിലീജിയൻ മാരേജസ് നടക്കുന്നുണ്ട്. അവരൊക്കെ മാനം മര്യാദയ്ക്കും ഒട്ടുമിക്കവരും അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുമുണ്ട്. ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല, ഒരു പ്രശ്നവുമല്ല. എന്നാൽ വേറെ ചില കേസുകളും ഈ നാട്ടിലുണ്ട്. നമ്മുടെ മുമ്പിൽ നിമിഷ ഫാത്തിമയുടെ കേസ് നമ്മുടെ മുമ്പിലുള്ള കാര്യം എത്രയോ കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയം. ഇവിടെയുള്ള വൈക്കത്തുള്ള ആ അഖിലയുടെ കേസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ അഖിലയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ, ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഒരു മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കളക്ട് ചെയ്തത്. മണിക്കൂറുകൾ ആ കേസ് നടത്താനും മറ്റ് കാര്യങ്ങൾക്കും. അതേപോലെ എത്ര പെട്ടെന്നാണ് വലിയൊരു ജനക്കൂട്ടം ഓടുന്നത്. ഇതേപോലെ തന്നെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ, ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ, ആ കേസ് കോടതിയിൽ വരുമ്പോൾ പെട്ടെന്ന് വളരെ സംഘടിതമായ ഒരു സംഘം അവരാണ് ഈ പെൺകുട്ടിയെ അവിടെ വളരെ വലിയ സന്നാഹം എന്ന് പറഞ്ഞു ഞാൻ ആയുധം അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ. ഇതിന് ഇപ്പൊ കോടതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതി അതിനെ എങ്ങനെയാണ് നോക്കുക? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് നിനക്ക് ആരുടെ കൂടെ പോകണം, നിനക്കിത് താല്പര്യമാണ്, എനിക്ക് ഇന്നയാളുടെ കൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വിഷയം കഴിഞ്ഞു നിയമത്തിന്റെ മുമ്പിൽ. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതൊരു സാധാരണ പ്രണയവിവാഹമാണ്. ഈ അഖിലയുടെ കാര്യം, അവരുടെ ജീവിതം, അവർ മൂന്നാമത്തെ ഭർത്താവിന്റെ കൂടെ മറ്റുമാണ് ജീവിക്കുന്നത്. നിമിഷയുടെ കാര്യം എന്താണ്? നിമിഷ ഫാത്തിമ എന്താണ് നമ്മുടെ മുമ്പിൽ? ഇങ്ങനെയുള്ള ഒരുപാട് കേസുണ്ട്. അതിനെ നമ്മൾ 100% ആ നിയമത്തിന്റെ കണ്ണുകളിൽ കൂടെ മാത്രം നോക്കുകയാണെങ്കിൽ ലവ് ജിഹാദ് ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഒരു ക്ലെയിമില്ല. അതൊരു പ്രയോഗം മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് അതൊരു പ്രയോഗം മാത്രമാണ്. അതിനെ നമ്മൾ നിയമത്തിന്റെ നൂലാമാലകളിൽ കൂടെ ഇങ്ങനെ അഴിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ഉണ്ടാവില്ല. അവിടെ അവർ ഈ പറയുന്ന മാതിരി നിയമപരമായിട്ട് എന്താ അവിടെ പ്രശ്നം? നിയമത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രണയവിവാഹം, ഇത് മാത്രമാണ്. അവിടെ സംഭവം അവിടെ കഴിഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യത്തിന്റെ ഒരു വലിയ ഭീകരമുഖം ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തമിഴ്നാടാണെന്ന് തോന്നുന്നു, ഒന്നാമത് തമിഴ്നാടോ മറ്റേതാണ്, ഈ ഐസിസിലും അൽഖ്വയ്ദയിലും സിറിയയിലും ഒക്കെ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ പോയിട്ടുണ്ട്. ഈ പെൺകുട്ടികളിൽ പലരും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ യഥാർത്ഥത്തോടുകൂടി പ്രണയിച്ച് വിവാഹം കഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ കാര്യമേ അല്ല ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ മതത്തിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ മതത്തിന്റെ രീതികളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് സാധാരണ ഇവിടുത്തെ മുസ്ലിങ്ങൾ വേവലാതിപ്പെടേണ്ട യാതൊരു കാര്യം. അതിനകത്ത് പ്രശ്നം ഈ പി.സി. ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മതവിഭാഗത്തിനെതിരെ മാത്രമാണ് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിന്ദുക്കളായ ആളുകൾ ക്രിസ്ത്യൻസിനെ കല്യാണം കഴിക്കുന്നുണ്ട്, മുസ്ലിംസിനെ കല്യാണം കഴിക്കുന്നുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടക്കുന്നുണ്ട്. ധാരാളം മിശ്ര വിവാഹങ്ങൾ ഈ പുതിയ സമൂഹത്തിൽ പുതിയ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ 2-3 കേസുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം എന്തിനിങ്ങനെ അടച്ചാക്ഷേപിക്കുന്നു, അതൊരു വല്ലാത്ത ഭാഷയിലുമൊക്കെയാണ് പി.സിയുടെ പ്രയോഗം. അതെന്തുകൊണ്ടാണ്? പി.സിയുടെ ഒരു പ്രയോഗം, പി.സിയുടെ ഒരു സ്റ്റൈലും പി.സി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് തെറ്റും ശരിയും ഉണ്ടാകും. അതിനെ ഓരോരുത്തർ അവരുടേതായ രീതി വിലയിരുത്തട്ടെ. ഞാൻ അതൊന്നും അല്ല, പി.സി. ജോർജിന്റെ കാര്യമേ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന 2-3 കേസുകളുണ്ട്. നമുക്ക് ഇതേപോലെ നമ്മെ അറിയാൻ പറ്റാത്ത, ശ്രീ കെന്നഡി കരിമ്പങ്കാല പറഞ്ഞ പോലെ ഇത് പുറത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന ഒരാഗ്രഹവും ഇല്ലാതെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വേദന കടിച്ചമർത്തി കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്, അവരുടെ ബന്ധുക്കളുടെ ജീവിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ സെൻസിറ്റീവ് വശം എന്ന് പറയുന്നത് രഞ്ജിത്തെ.
അവിടെ നമ്മൾ ഇവിടെ നിയമമുണ്ടോ, നിയമത്തിൽ എവിടെയാണ് ഒരൊറ്റ കേസുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഉണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിനെ എങ്ങനെയാണ് നിയമപരമായിട്ട് നേരിടാൻ കഴിയില്ല. മറ്റു പല സംസ്ഥാനങ്ങളും ഇപ്പോൾ മഹാരാഷ്ട്രയിലുമൊക്കെ നിയമം കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. അവിടെ BJP കൊണ്ടുവരുന്നു കേട്ടു. ഇനി നിയമം കൊണ്ടുവന്നാൽ തന്നെ എങ്ങനെ ഇതിനെ നിയമത്തിന്റെ ആ ഒരു ചട്ടക്കൂടിന്റെ അകത്ത് ആ ഒരു നിർവചനത്തിൽ ഒതുക്കി നിർത്തും എന്നുള്ളതൊക്കെ എനിക്ക് സംശയമാണത്. എത്ര സാധിക്കും അതിന്? ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കണം. നിങ്ങൾ സ്നേഹിച്ച് ജീവിച്ചു കൊള്ളണം എന്നൊരു കോടതിക്ക് ഉത്തരവിടാൻ പറ്റും. അതിന് വല്ല അളവുകോലുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നിയമത്തിന് പരിമിതികളുണ്ട്. നമ്മുടെ നിർവചനങ്ങൾക്കും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളിൽ ചിലത് പുറത്തു വന്നിട്ടുണ്ട്. വളരെ കുറച്ചേ പുറത്തു വന്നിട്ടുള്ളൂ. അതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് നമ്മൾ കാണുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ഒന്നുകൂടെ അതായത് ഇതിന് പരിഹാരം കാണേണ്ടത് ഇതിന് ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അതിനൊരു മുൻകൈ വരേണ്ടത്. കാര്യം ഇതിനെ അല്ല, ആ സമുദായത്തിനെയോ സമുദായാംഗങ്ങളെയോ അല്ല പറയുന്നത്. പക്ഷെ ആ സമുദായത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉള്ള പ്രവണതകൾക്കെതിരെ ശബ്ദമുയരേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്. തിരിച്ചു വരാം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ PC ജോർജ് ഇത് ഇന്നലെ നടന്ന KCBCയുടെ ലഹരി വിരുദ്ധ പരിപാടിയിൽ പറഞ്ഞ ഒരു പരാമർശമാണ്. ഇത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഷോൺ ജോർജ് പറഞ്ഞത് 400 അല്ല 4000 കേസുകളുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരു സംഭവം ഉണ്ടായി. ഇതിങ്ങനെ ഇവർ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആവർത്തിക്കുകയാണ്. അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു മതവിഭാഗത്തെ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം മുസ്ലിം വിരുദ്ധ പരാമർശം, പാകിസ്ഥാനിലേക്ക് പോകട്ടെ അവരെന്നൊക്കെ പറഞ്ഞ് അതികഠിനമായ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഇത് പ്രതീക്ഷിക്കണം. പക്ഷേ ഇതിനെ കുറച്ചുകൂടി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട, PC മുന്നോട്ട് വെക്കുന്ന കാര്യത്തെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പക്ഷേ നമുക്കറിയാം നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെയൊരു സംഗതിയേ ഇല്ല എന്ന് വ്യക്തമാക്കിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ആകപ്പാടെ മറഞ്ഞുപോയൊരു വിഷയത്തെ വീണ്ടും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ഒരു വാർത്താ പ്രാധാന്യം നേടുക മാത്രമാണോ PCയുടെ ലക്ഷ്യം? ശ്രീ രഞ്ജിത്ത്, ഈ വിഷയത്തിനെ ഞാൻ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അതായത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും, അതായത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് വാദിക്കുന്ന ഭാഗത്തും ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിക്കുന്ന ഭാഗത്തും ന്യായവുമുണ്ട് അന്യായവുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ശ്രീ PC ജോർജ് കേവലം ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റി മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനറിക് സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞിരിക്കുന്നത്. ആ ജനറിക് സ്റ്റേറ്റ്മെന്റ് മുമ്പ് പല ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മീനച്ചിൽ താലൂക്കുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 400 എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണക്ക് പറയുന്നു. അതിൽ തന്നെ ഏതാണ്ട് 40 ചില്ലറയോ കേസുകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഷോൺ ജോർജ് പറയുന്നത് 400 അല്ല 4000 എന്നാണ്. അപ്പോൾ ഈ നമ്പറുകൾ എക്സ്ട്രീംലി ഹൈ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു താലൂക്കിൽ 400 യുവതികൾ ഇതേ രീതിയിലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അവരെ അങ്ങനെ ആരെങ്കിലും വശീകരിച്ച് കൊണ്ടുപോവുകയും മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിശ്ചയമായും നമ്മുടെ നാട്ടിൽ വാർത്തയാകണം. ഇത്ര ലാർജ് നമ്പേഴ്സിലാണ് അത് പോയിരിക്കുന്നത് എങ്കിൽ. പക്ഷെ എന്തുകൊണ്ടാണത് വാർത്തയാകാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഇതുവരെ അതിനെപ്പറ്റി പറയാതിരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പ്രസ്താവനയ്ക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു സിനിമയോ നാടകമോ അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ആൾക്കാരെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി. മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അവർ പറയുന്ന സമയത്ത് അതിലൊരു സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. മീനച്ചിൽ താലൂക്കുമായി ബന്ധപ്പെട്ട് കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഇതാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാകണം. ഒരു കാര്യം. രണ്ട്, എല്ലാ പ്രേമബന്ധങ്ങളും എല്ലാ പ്രണയ വിവാഹങ്ങളും എല്ലാ ഇന്റർഫെയ്ത്ത് മാരേജസും ലവ് ജിഹാദ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ലവ് ജിഹാദ് ആകണമെങ്കിൽ അത് ആകണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന പ്രത്യേകതകൾ അതിനുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തീവ്രവാദ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്നത് പോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിന് ഇവരെ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലത്തേക്കുള്ള കംപ്ലൈന്റ് എത്ര ആൾക്കാർ കൊടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്ലെയിമുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കണക്കുകൾ ഉണ്ടാകണം. ആ കണക്കുകൾ ഇവിടെ മുൻനിർത്തിയിട്ടല്ല പറയുന്നത് എങ്കിൽ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളിന്റെ പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ ശ്രീ PC ജോർജ് പറയണമെന്നില്ല, മറിച്ച് മീനച്ചിൽ താലൂക്കിൽ നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഇത്ര പോലീസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് വെറ്റ് ചെയ്യാവുന്ന ഒരു കണക്കാണ്.
ആ രീതിയിലത്തേക്കുള്ള കണക്ക് വരാതെ ഈ 400 എന്ന് പറയുന്നതിനെ 200 ആക്കിയാലും നമ്മൾ ഞെട്ടും, ഇതിനെ 800 ആക്കിയാലും നമ്മൾ ഞെട്ടും, ഈ പറയുന്ന 3000 ആക്കിയാലും നമ്മൾ ഞെട്ടും. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇതിൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാതലായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നമ്പർ പറയുന്ന സമയത്ത് അതിലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക, അത് തെളിയിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് പറയുക, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയോ മറ്റെന്തെങ്കിലും കണക്കുകൾ ഉണ്ടെങ്കിൽ ആ കണക്ക് പറയുക. ആ കണക്ക് ഞാൻ വീണ്ടും പറയുന്നു, ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമാണ്. അപ്പോൾ ലവ് ജിഹാദ് കേസുകൾ ഇത്രയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിക്കോ സർക്കാരിനോ അത് പറയാൻ കഴിയില്ല. മറിച്ച് ഇങ്ങനെ ഇന്റർഫെയ്ത്ത് മാരേജസ് നടന്നതിന് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടോ, അത് എന്തായാലും ഇമ്മീഡിയറ്റ് റിലേഷനിലുള്ള ആൾക്കാർ കേസ് കൊടുക്കേണ്ടതാണല്ലോ, വീട്ടുകാരൊക്കെ തന്നെ. അങ്ങനെയുള്ള കേസുകൾ ഇവിടെ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളാണ് വരേണ്ടത്. അത് വന്നില്ല എങ്കിൽ ഒരു പ്രശ്നമുണ്ട്. 1. 2, ഈ ഒരു പ്രവണത ഇവിടെ ഉണ്ടോ? അതായത് ഈ ലവ് ജിഹാദിന് ആസ്പദമായിട്ടുള്ള കേവലം ഒരു ഇന്റർഫെയ്ത്ത് മാരേജ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് ആകില്ല, മറിച്ച് അതിൽ ഈ പറയുന്നത് പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോവുകയും മറ്റും വേണം. ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് PC ജോർജ് മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സഭയുടെ ആൾക്കാർ മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, BJP നേതാക്കൾ മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന CPMന്റെ പഴയ MLA ആയിരുന്ന ജോർജ് എം തോമസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഈ രീതിയിലത്തേക്കുള്ള ഒരു വിവാഹം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരോടോ പാർട്ടി കമ്മിറ്റിയിലോ നേതാക്കളോടോ ചർച്ച ചെയ്യാതെ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അതിൽ ജാഗ്രത ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് പരസ്യ പ്രതികരണം നടത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച 1-2 കാര്യങ്ങളുണ്ട്. പാർട്ടി രേഖകളാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ജേണലുകൾ, പ്രമേയങ്ങൾ, ഈ 2 കാര്യങ്ങൾ വഴി താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരെ ഇന്റേണലായി, പരസ്യമായിട്ടല്ല ഇന്റേണലായി അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന യുവതികൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കുന്ന പെൺകുട്ടികൾ, അവരെ പ്രണയം നടിച്ചിട്ട് IS പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട് എന്നും അതിനെതിരെ ജാഗ്രത വേണം എന്നും CPMനൊരു നയമുണ്ട് എന്നും ആ നയം ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് എന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും ജോർജ് എം തോമസ് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1, ആരാണ് ഇതിന് പിന്നിൽ? അപ്പോൾ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് എന്നാണ്. വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. 2, അദ്ദേഹം ഈ RSSന്റെ ഒരു ടേം അല്ലേ ലവ് ജിഹാദ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ടേം കൊണ്ടുവന്നിരിക്കുന്നത് RSS ആണെങ്കിലും അതില്ല, ആ പറയുന്ന സംഭവം ഇല്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് സ്വയം എൻഡോഴ്സ് ചെയ്യുകയും പാർട്ടി അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇറക്കി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു താലൂക്കിൽ നിന്ന് 400 എണ്ണമോ അല്ലെങ്കിൽ 4000 എണ്ണമോ 3000 എണ്ണമോ എന്ന രീതിയിലത്തേക്കുള്ള സംശയം, ആ ഒരു ഞെട്ടൽ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ സംവിധാനം ചെയ്യേണ്ടത് PC ജോർജിനെ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യുകയും മറ്റുമല്ല, മറിച്ച് അദ്ദേഹത്തിനോട് ഇതിന്റെ തെളിവ് ഹാജരാക്കുന്നതിനും എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനാണ്. അത് മുമ്പ് ഇവിടെ സഭകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പല പ്രയോഗങ്ങളാൽ നാർക്കോട്ടിക് ജിഹാദ് എന്നോ ലവ് ജിഹാദ് എന്നോ, ഇനി ചില ആൾക്കാർ സ്വയം ക്ലെയിം ചെയ്തിട്ടുണ്ട് വോട്ട് ജിഹാദ് എന്ന്, ആൾക്കാരെ സംഘമായി വന്ന് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തു എന്ന് പറഞ്ഞ് വോട്ട് ജിഹാദ് എന്നുള്ള പദം വരെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്ന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇടവകയുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ? ഈ പരസ്യമായിട്ട് പോലീസിൽ പോയി പരാതി കൊടുക്കാതെ ഇടവകയിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സഭയോട് ചോദിച്ചാൽ അറിയാം. PC ജോർജിന് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ ഇവിടെ ഒരു സോഷ്യൽ ഈവിൾ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരുപക്ഷെ CPM ഈ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടാവുക. ജോർജ് എം തോമസിനെ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും മറ്റും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ കൺവിക്ഷനോട് കൂടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തെളിയിക്കുന്നതിന് വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇത് പറയുന്നയാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് തെളിവ്, എന്താണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എന്ന് ചോദിക്കുന്നതിനും ആ രീതിയിലത്തേക്ക് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്ലെയിമുകൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? സർക്കാർ ഇതിൽ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്? ഇല്ല, ഈ ടേം ലീഗലായിട്ട് ഈ ടേം ഇല്ല എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകളേ ഇല്ല എന്ന രീതിയിൽ പറയുന്ന അതേ മുഖ്യമന്ത്രി തന്നെ മുമ്പൊരു ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം സഭാരേഖകളുടെ ഭാഗമായിട്ട് അദ്ദേഹം വായിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് എത്ര ആൾക്കാർ പോയിട്ടുണ്ട്, അതിൽ എത്ര പേര് ഏതൊക്കെ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്, എന്താണ് അവരുടെ പേരെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അന്ന് വ്യാഖ്യാനിച്ചത് തന്നെയാണ് പിന്നീട് വന്നിരിക്കുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ്.
അപ്പോൾ പിന്നീട് ആ സിനിമ വന്നിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതെല്ലാം പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ വായിച്ച സഭാരേഖകളിലുള്ള ഒരു കഥയുണ്ട്. ആ കഥയാണ് കേരള സ്റ്റോറിയുടെ കഥ. ആ കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുക, ഇടപെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വിവാദമാക്കി PC ജോർജിനെ കൊണ്ട് ജയിലിലിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ കെന്നഡി കരിമ്പുകാല, PC ജോർജ് ഉയർത്തിയ വിഷയം ദീർഘകാലമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭയടക്കം മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രേഖ വേണം, തെളിവ് വേണം. ഇപ്പോൾ 400 എന്ന കണക്കൊക്കെ PC ജോർജ് പറയുന്നു. പക്ഷേ ആ താലൂക്കിൽ പോലും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് വാർത്താസമ്മേളനം നടത്തിയ ലീഗും SDPM ഒക്കെ പറയുകയാണ്. തെളിവ് കൊണ്ടുവരട്ടെ, ഒരാളുടെയെങ്കിലും പേര് പറയട്ടെ. നിങ്ങൾ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പേര് പറയുന്നില്ല, അതിന് മടിയുണ്ടായെങ്കിൽ ആരാണ് അവരെ കൊണ്ടുപോയത് ആ വ്യക്തിയുടെ പേര് പറയാമല്ലോ. അതിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന പേര് പറയാമല്ലോ. അത്തരം വെളിപ്പെടുത്തലുകൾ പോലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല, തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. രഞ്ജിത്തെ, നമ്മൾ എന്താണെന്നറിയുമോ, നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം, ഈ ഒരു പ്രത്യേക വിഭാഗക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ലല്ലോ ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നാടെമ്പാടും ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവരുടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആക്ടിവിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് മറ്റൊരു ചെറിയ ആക്ടിവിറ്റി. ഇങ്ങനെ ഏതിലും മതം മിക്സ് ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ലോകത്താകമാനം ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. രഞ്ജിത്ത് എടുത്ത് നോക്കൂ. ജനം മുഴുവൻ കാണുകയല്ലേ, ജനത്തെ ഭയപ്പെടുത്തുകയല്ലേ. ആർക്കാണ് നിങ്ങളെ ഭയം? ആർക്കാണ് നിങ്ങളെ ഭയം? ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, മുസ്ലിമിന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന തരത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച അകത്തു പോയ MK ഫൈസി, SDPയുടെ ദേശീയ നേതാവ്. ഒന്ന് എടുത്തു നോക്ക്, സത്യമാണോ എന്ന്. കെന്നഡി കളവ് പറയുകയല്ല, വ്യക്തമായ വീഡിയോ കടന്നു കറങ്ങുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, അതോ അതും കളവാണോ, അതോ കണ്ടില്ലെന്ന് വെക്കണോ? എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഞങ്ങളുടെ ജോർജിന്റെയും എന്റെയും വായിൽ കുത്തിക്കറ്റി ഞങ്ങൾ കളവാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം കളവാണോ? ഏത് രീതിയിലേക്കാണ് ഈ നാട് പോകുന്നത്? നിങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല, കണ്ണു തുറന്നു ലോകം നോക്കൂ. ലോകത്ത് മുഴുവൻ, ലോകത്തെമ്പാടും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണൂ. അതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ പറയുന്നതാണോ കുറ്റം? ശ്രീജിത്ത് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയാണോ വേണ്ടേ? നേരെ ഞങ്ങളെ ജയിലിലിടുകയാണോ വേണ്ടേ? അവിടെ കൊണ്ട് പ്രശ്നം തീരുമോ? നാട് വിഷമിക്കും. ഞങ്ങൾ മുന്നറിയിപ്പാണ് തരുന്നത്. അതിന് ഞങ്ങളുടെ വായടപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ശ്രീജിത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ജോർജ് എം തോമസിന്റെ കാര്യം. അപ്പൊ പാർട്ടിക്ക് അറിയാഞ്ഞിട്ടല്ല, CPM-ന് അത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. CPM-ന് അറിയാം. പക്ഷേ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തവര് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കും. അതിനകത്ത് അവർക്ക് രാഷ്ട്രീയമില്ല. മുസ്ലിം ലീഗും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്ന് തന്നെ. അവരുടെ ലക്ഷ്യങ്ങളിൽ, മതപരമായ ലക്ഷ്യങ്ങളിൽ അവർക്ക് ഏകത്വമുണ്ട്. അതുകൊണ്ട് ഭയക്കുന്നു. ഭയപ്പെട്ടേ മതിയാവും. പക്ഷെ അതൊരു ജനാധിപത്യ രാജ്യത്തിൽ അത് ഉത്തമമാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം കാര്യങ്ങളെ ഏത് രീതിയിൽ നേരിടണം? അങ്ങനെ വരുമ്പോഴാണ് ജോർജും ഞാനും എന്നെപ്പോലുള്ളവരുമെല്ലാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ധൈര്യം പകരുന്നു എന്ന് പറയേണ്ടി വരുന്നത് ആ ഒരു കാരണത്താലാണ്. ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ ആലപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഹമാസിന്റെയും ലോകോത്തര കുറ്റവാളികളുടെയും ഫോട്ടോകൾ. ആരുടെ ബന്ധുജനങ്ങളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്? എന്തായിരുന്നു ഉദ്ദേശം? ജനത്തെ ഭയപ്പെടുത്താനല്ലേ? ഇത്തരം ആൾക്കാരൊക്കെയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞങ്ങൾക്ക് ഇതേ രീതികളാണ്. കഴുത്ത് കണ്ടിച്ചു കളയും. അങ്ങനെ ഭയപ്പെടുത്താനല്ലേ? കേരള സമൂഹത്തെ ഭയപ്പെടുത്താനല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു പറയും?
മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പിന്തുണച്ചു. മാധ്യമങ്ങളൊന്നും പിന്തുണച്ചിട്ടില്ല, വാർത്ത കൊടുത്തതേ ഉള്ളൂ. അവരുടെ ഭാഗത്ത് മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇന്ത്യ തീവ്രവാദികളായിട്ട് ഹമാസിനെ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയിലെടുത്ത് നോക്കിക്കോളൂ. ചർച്ചയെടുത്തു, അവര് മുഴുവൻ പറയാൻ പറ്റില്ല. ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിട്ടില്ലല്ലോ, അതാണോ ന്യായം? നിരോധിച്ചിട്ടില്ല. ഹമാസ് ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണോ ന്യായം? ആ കാണിച്ച കാട്ടായത്തെ എതിർക്കണ്ടേ? മാധ്യമങ്ങൾ പിന്തുണ തന്നില്ല. എല്ലാ മാധ്യമ ചർച്ച എടുത്ത് നോക്കിക്കോളൂ. എന്നെ പോലുള്ളവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. എനിക്കെതിരെ ഇരുന്നവരെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരും എടുത്തത്. സങ്കടകരമാണ്. രാജ്യം അപകടകരത്തിൽ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ അത്തരം ഒരു നിലപാട് സ്വീകരിക്കരുത്. കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയണം. ബോധ്യമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടണമല്ലോ സർ, അതാണൊരു പ്രശ്നം. ഈ പറഞ്ഞ ലവ് ജിഹാദും അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ ഏറ്റെടുക്കും. കേവലം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ചില പരാമർശങ്ങൾ മാത്രമേ ഒതുക്കപ്പെടരുത്. അതിന് CK ഷാക്കീർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. അതിനുള്ള ആർജവം സർക്കാർ സ്വീകരിക്കുകയും വേണം. ഒപ്പം ഈ പരാമർശങ്ങൾ നമുക്കിപ്പോൾ അറിയാം, ഒരു മതവിഭാഗത്തിനെതിരെ ആർക്കെതിരെ ആരോപണം വന്നാലും അത് ശരിയല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അവർക്ക് കൂടിയുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ വേണം ആ മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും അത് വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു നിലപാടിലേക്ക് കൂടി കാര്യങ്ങൾ പോകണമല്ലോ. ഇങ്ങനെ എപ്പോഴും ഈ ആരോപണങ്ങൾ കേൾക്കുക, അതിന് മറുപടി പറയുക എന്നുള്ളതല്ലാതെ നിജസ്ഥിതി വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടല്ലോ. അല്ല, അത് നിജസ്ഥിതി തുടക്കത്തിൽ രഞ്ജിത്ത് തന്നെ തുടങ്ങിയല്ലോ. ഇവിടെ ഈ ജോർജിനെ പോലെ കെന്നഡിയെ പോലെയുള്ള ആളുകളെ മലയാളത്തിലെ മതേതര വിശ്വാസികൾ ആരും അംഗീകരിക്കുന്നില്ല. കാരണം മലയാളക്കരയിൽ അത് വിലപ്പോകുന്ന പ്രശ്നമില്ല. കാരണം അത് എന്താണ് ഓരോ സമുദായവും സമൂഹവും ഈ രാജ്യത്ത് നിർവഹിക്കുന്ന ധർമ്മമെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ അത് ഏതെങ്കിലും പേപ്പട്ടികൾ വിഷം പരത്തുമ്പോൾ അല്ലെങ്കിൽ വിഷജീവികൾ ഇതിലെ വർഗീയ വിഷം പ്രചരിപ്പിച്ച് ഓടി നടക്കുമ്പോൾ അതിനൊക്കെ ചങ്ങലക്കിടുക അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുക എന്നൊരു ദൗത്യം മാത്രം സമൂഹത്തിനുണ്ട്. കാരണം ആ ഒരു നേരത്തെ ഇദ്ദേഹം ഭയത്തിന്റെ കാര്യം പറയും. ഭയമുണ്ട്. എന്തിനാ ഭയം? പേപ്പട്ടിയെ ഭയമുണ്ടല്ലോ നമുക്ക്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പേപ്പട്ടി കടിക്കുന്നു. അതേപോലെ ഇത്തരം വിഷജീവികളെ ഭയമുണ്ട്. അതിലപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, അതിലപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തോളാം. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ രഞ്ജിത്തെ, ഞാൻ പറയട്ടെ. അങ്ങനെ മലയാളികളെ ഏതെങ്കിലും സമുദായം എങ്ങനെയാണ് പറയേണ്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുമത വിശ്വാസികളെ കുറിച്ച്, ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ച്, ഹൈന്ദവ മതവിശ്വാസികളെ കുറിച്ച് മലയാളക്കര എന്തൊരു സൗഹൃദത്തോടെ എല്ലാ മതവിശ്വാസികളും എന്തൊരു നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അതിൽ ഒറ്റപ്പെട്ട ഇത്തരം കേസുകൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അത് ഗൗനിക്കുന്നേ ഇല്ല. കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു അന്വേഷണ ഏജൻസികൾ വന്നു, കോടതി വന്നു, പോലീസ് വന്നു, പലജാതി വന്നു. ഈ 400 എണ്ണം ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ. 400 എണ്ണം വേണ്ട. ഒരു താലൂക്കിലാണല്ലോ 4 എണ്ണം പറഞ്ഞത്. 22 പഞ്ചായത്തും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അടങ്ങിയ ഒരു താലൂക്ക് മാത്രമാണത്. ആ താലൂക്കിൽ 400 എണ്ണം ഉണ്ടെങ്കിൽ നേരത്തെ യൂത്ത് ലീഗ് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ 32,000 കഥ പറഞ്ഞിരുന്നത്. ആ 32,000 കഥ പറഞ്ഞപ്പോൾ യൂത്ത് ലീഗ് എല്ലാ ജില്ലയിലും മേശയിട്ട് ഇരുന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒന്ന് ഉദാഹരണത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ എന്തെങ്കിലും പിന്നെന്താ പറയുക ധാർമ്മികമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഇത് മനുഷ്യരുടെ കഥയാണല്ലോ പറഞ്ഞത്. ഇന്ന കുട്ടിയാണ് ഇന്ന ആളുകളാണെന്ന് പറയാനില്ല. വെറുതെ എന്താ പറയുക വിദ്വേഷ പ്രചരണം നടത്തുകയാണ്. ഇവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഗോഡ് ഫാദറായി അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമാണ്. അവരാരാ നമുക്കറിയാലോ. അവരിപ്പം ഇന്ത്യയുടെ ഭരണാധികാരികളാണ്. എങ്ങനെയാണ് അവർ ഭരണാധികാരി ആയിട്ടുള്ളത്? ആ സ്റ്റൈലിൽ PC ജോർജിനും ഇവർക്കുമൊക്കെ അതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു ചെയ്ത് വർഗീയത ജനങ്ങളെ തമ്മിലടിപ്പിച്ചു, ആരെങ്കിലും കൊലപ്പെടുത്തി വർഗീയ ലഹളയുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ PC ജോർജ് പറഞ്ഞ ഒരു കമൻറ്റ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം നടക്കുന്നുണ്ട്, എനിക്ക് കേന്ദ്രമന്ത്രി ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആ കേന്ദ്രമന്ത്രിയൊക്കെ അമിത്ഷായെ പോലെയുള്ള ആൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ മറ്റോ ആകാമെന്നുള്ള പ്രതീക്ഷയാണ്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ 99.9% ആളുകളും മാന്യമായി ജീവിക്കുന്നവരാണ്. എല്ലാവരും PC ജോർജ് അല്ല, എല്ലാവരും കെന്നഡി അല്ല. അവർക്കൊക്കെ മതവിശ്വാസമുണ്ട്, അവർക്കൊക്കെ ധാർമ്മിക ബോധമുണ്ട്, സത്യസന്ധതയുണ്ട്, നിയമബോധമുണ്ട്. ഇതൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിനെങ്ങനെയാണ് നമ്മൾ മറുപടി പറയുക? മറുപടി അർഹിക്കുന്നില്ല.
അറിയാലോ. ഒരു എണ്ണം പറഞ്ഞാൽ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞില്ലേ, ശങ്കരാടി കൈ കാണിക്കുന്ന പോലെ കൈരേഖ കാണിക്കുകയാണ്. അതാണോ വേണ്ടത്? ഞങ്ങൾ ഈ വിഷയത്തിൽ ഗവൺമെന്റിനെ കൂടി എന്താ പറയുക പ്രതിയാക്കുകയാണ്. ഗവൺമെന്റ് ഇത്തരം ആളുകളെ നിയന്ത്രിക്കാതിരുന്നാൽ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിക്കും. ആളുകൾക്കിടയിൽ ധാരാളം കേസുകളുണ്ട്, അറസ്റ്റുണ്ട്, ജയിലിൽ കിടന്ന ആളാണ്, ധാരാളം കേസുണ്ട്, സർക്കാർ ഇടപെടുന്നുണ്ട്. പക്ഷെ PC-ക്ക് പറയാനുള്ളത് PC പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം. ഒരു കേസ് പറയാൻ പറ്റുമോ? ലവ് ജിഹാദിൽ ഒരു കേസ് പറയാൻ പറ്റുമോ? ലവ് ജിഹാദ് കേസല്ല, മതവിദ്വേഷ പരാമർശത്തിന് കേസുണ്ട്. ലവ് ജിഹാദിൽ കേസെടുക്കാൻ പറ്റില്ല, അത് പ്രയോഗം മാത്രമാണ്. എന്താ നിങ്ങൾ പറയുന്നത്? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ പറ്റില്ല, അത് പ്രയോഗമാണ്. എന്തുകൊണ്ട്? ഒരു മിനിറ്റ്, ഇപ്പോ തന്നെ PC ജോർജിനെതിരെ PC ജോർജിനെതിരെ ഫെബ്രുവരി 5 സംഭവം ഉണ്ടായി, 6 പരാതി കൊടുത്ത്, 7 പരാതി കൊടുത്ത് 10 കേസെടുക്കുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകിയതാണ്. എന്നിട്ട് ഹൈക്കോടതി പോയി, ഹൈക്കോടതി ഉത്തരവിട്ടിട്ടാണ് റിമാൻഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ അസുഖവും മറ്റും പറഞ്ഞ് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടന്നതല്ലേ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ജയിലിൽ അടക്കണമെന്നില്ല. അദ്ദേഹത്തെ പറ്റുമെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അടക്കേണ്ടത്. കേരളം രക്ഷപ്പെടും. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ, ഈ ഉത്തരേന്ത്യൻ ശൈലിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഒന്ന് ലൈവായി നിൽക്കണം, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ. പക്ഷെ ഇവർക്ക് കേരളത്തെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. മലയാളികൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതിനൊന്നും ചെവി കൊടുക്കുന്ന, അതിനൊന്നും ശ്രദ്ധ കൊടുക്കുന്ന ആളുകളല്ല മലയാളികൾ. അവർക്ക് വേറെ ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതെങ്കിലും ജോർജോ ഏതെങ്കിലും കെന്നഡിയോ ഇത്തരം സംഗതികൾ പറയുമ്പോൾ അതൊന്നും ഗൗനിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്ന നല്ല മനുഷ്യരുടെ നാടാണ് കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യമില്ല. രഞ്ജിത്ത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ തള്ളിക്കളഞ്ഞതാണ്. കോടതിയിൽ വന്ന പല കേസും തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടതാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയാനാ? ഇവിടെ നമുക്കറിയാം, BJP നേതാക്കൾ പോലും ഇത്തരത്തിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവർ മനസ്സിലുണ്ട് എങ്കിൽ പോലും അതൊന്നും തുറന്നു പറയാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ, പാകിസ്ഥാനിലേക്ക് പോകട്ടെ, മുസ്ലിം വിരുദ്ധ പരാമർശം ഉണ്ടാകുന്നു, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നു, ലവ് ജിഹാദ് നമ്മളൊന്ന് മറന്നിരിക്കുന്ന സമയമായി, അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ BJP-യുടെ കേരളത്തിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വെക്കാത്ത കാര്യങ്ങൾ PC ജോർജിലൂടെ പറയിക്കുകയാണോ? അതായത് ഷാക്കിറൊക്കെ പറഞ്ഞ പോലെ കുറച്ചുകൂടി BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധ നേടുകയാണോ PC-യുടെ ലക്ഷ്യം? BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ ശ്രദ്ധ നേടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അതുപോട്ടെ, ഞാൻ പറഞ്ഞില്ല, PC ജോർജിനെ എൻ്റെ വാക്കുകളെ ഞാൻ തൽക്കാലം ഇവിടെ വിലയിരുത്താനൊന്നും പോകുന്നില്ല. PC-ക്ക് PC-യുടേതായ ഒരു ശൈലിയുണ്ട്, PC-യുടേതായ ഒരു രീതിയുണ്ട്. അതൊന്നും ഇനി ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിഷയം അതല്ല. നമ്മുടെ മുമ്പിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നിയമത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു, ലവ് ജിഹാദിന് തെളിവുണ്ടോ? ഇവിടെ കോടതികൾ അന്വേഷിച്ചു, ലവ് ജിഹാദിന് തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഒരു തെളിവ് തൊട്ട് കിട്ടുകയില്ല. ഇവിടെ എത്ര പോലീസ് കേസുകളുണ്ട്? പോലീസ് കേസുകളിലും പോലീസ് സ്റ്റേഷനിലും എത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണത്. ആ ഇഷ്യൂ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ പൊതുമധ്യത്തിലും ചർച്ചയാകാൻ ആഗ്രഹിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം രക്ഷിതാക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് അവ പോലീസ് സ്റ്റേഷനിലും എത്തില്ല. നമ്മൾ തെളിവുകൾ അന്വേഷിച്ച് നിയമത്തിൻ്റെ ദൃഷ്ടിയിലും ഒക്കെയുള്ള തെളിവുകൾ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകളും ലഭിക്കില്ല. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഇദ്ദേഹം ശ്രീ ഷാക്കിറൊക്കെ പറഞ്ഞു, ഒറ്റ തെളിവുണ്ടോ? ഒരു കേസുണ്ടോ? നമ്മുടെ മുമ്പിലാണ് അഖിലയുടെ കേസുള്ളത്, നമ്മുടെ മുമ്പിലാണ് നിമിഷയുടെ കേസുള്ളത്. അങ്ങനെ ഇവിടെ നിന്നാണ്, ഈ നാട്ടിൽ നിന്നാണ്, ഈ സമാധാനപൂർണമായി ഈ സ്വർഗതുല്യമായ ഈ നാട്ടിൽ നിന്നാണ് ഒരുപാട് യുവാക്കൾ IS-ലും അൽ-ഖ്വയ്ദയിലും സിറിയയിലും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ പോയിട്ടുള്ളത്. ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു പല തീവ്രവാദ കേസുകളിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കേരള ബന്ധം ഒട്ടുമിക്ക കേസുകളിലും വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത്, ആ ഒരു തീവ്രവാദ സംഘടനയെ നിരോധിച്ച സമയത്ത് അവരുടെ മഹാഭൂരിപക്ഷം അറസ്റ്റുകളും നടന്നത് ഈ സ്വർഗഭൂമിയിൽ നിന്ന് തന്നെയാണ്. ആൾക്കാർ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗഭൂമിയിൽ നിന്ന് തന്നെയാണ്. അതേപോലെ അവിലും മലരും മേടിച്ച് കാത്തു വെച്ചോളൂ എന്ന ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പോലും മുദ്രാവാക്യം വിളിപ്പിച്ചതും ഈ സമാധാനപൂർണമായ മതേതരത്വത്തിൻ്റെ മകുടോദാഹരണമായ ഈ കേരളത്തിൽ നിന്നാണ്.
അങ്ങനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അവയെ നമ്മൾ അതായത് എന്താണ് നിയമപരമായി നേരിടാൻ കഴിയുന്നതിന് പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവയെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ശ്രീജിത്ത് ഇവിടെ പറഞ്ഞു. ഇവിടെ BJPയോ അല്ലെങ്കിൽ PC ജോർജോ മാത്രമൊന്നുമല്ല. മുൻ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സാക്ഷാൽ അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? CPM MLA ആയിരുന്ന ജോർജ് M. തോമസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ റിട്ടയർ ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ജസ്റ്റിസ് ശങ്കറിനെ പോലെയുള്ള നിയമവിദഗ്ധർ, ഇവരൊക്കെ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. പക്ഷേ ഇവ നിയമപരമായി കൈകാര്യം ഈ ശങ്കറിൻ്റെ മുമ്പിൽ പോലും ഇത് അറിയാവുന്ന, ഇത് പരാമർശിച്ച ജസ്റ്റിസ് ശങ്കറിൻ്റെ മുമ്പിൽ പോലും ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനെ അദ്ദേഹത്തിന് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. പ്രായപൂർത്തിയായ ഒരാടും പെണ്ണും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് ആയിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. ഇല്ല എന്ന് മാത്രമേ അദ്ദേഹത്തിനും വിലയിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന ആയിരക്കണക്കായിട്ടുള്ള മിശ്ര വിവാഹങ്ങളെ പറ്റിയും ആ സമാധാനത്തോടെ ജീവിക്കുന്ന കാര്യങ്ങളേ അല്ല പറയുന്നത്. സത്യത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തേണ്ടതും പ്രതിരോധം തീർക്കേണ്ടതും ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകളാണ്. കാര്യം അവരുടെ സമുദായം ഇവിടെ സമുദായത്തിന് ഇതിൻ്റെ അകത്ത് യാതൊരു റോളുമില്ല. ഇത് ചില ഫ്രിഞ്ച് എലമെന്റ്സിന്റെ ആക്ടിവിറ്റീസ് ആണ്. അതിന് ദയവ് ഇത് സമുദായത്തിനെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന ഒരു നിലപാട് ഇവിടെ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും സ്വീകരിക്കേണ്ടതാണത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രഞ്ജിത്തെ ദയവ് ഇത് നിയമത്തിന്റെ നിർവചനങ്ങളിൽ കൂടെ മാത്രം ഈ പ്രശ്നത്തിനെ സമീപിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. ആർക്കും ഒന്നും പറയാനില്ല, അങ്ങനെയില്ല. പക്ഷേ അതിനുപരിയായി ഈ ഇഷ്യൂവിനെ സെൻസിറ്റീവായിട്ടും അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയും സമീപിക്കണം. തീർച്ചയായും അത് തന്നെയാണ്, അത് മാത്രമാണ് പറയാൻ. തീർച്ചയായും ശ്രീജിത്ത്, ഇവിടെ നമുക്കറിയാം മുനമ്പം സമരത്തിന്റെ മുന്നണിയിൽ PC-യുടെ മകൻ ഷോൺ ജോർജാണ്. ഈ അവലും മലരും കുന്തിരിക്കും പരാമർശമൊക്കെ സമൂഹത്തിലുണ്ടാക്കിയ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ഏകീകരണമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. അവിടെ BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇത്തരം പരാമർശങ്ങൾ കടുപ്പിക്കുന്നതിലൂടെ പൂഞ്ഞാറിലും ഈ പറഞ്ഞതുപോലെ അടുത്ത തവണ തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ PC ജോർജിനും ഷോണിനുമൊക്കെ സ്വാഭാവികമായും കാണും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ BJPയും ജോർജും ചേർന്ന് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ കുറച്ചുകൂടി എത്തിക്കുന്നതിലൂടെ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി, വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള വിമർശനത്തിലും യാഥാർത്ഥ്യമുണ്ടാകുമല്ലോ സ്വാഭാവികമായും. ശ്രീ രഞ്ജിത്ത്, അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രസ്താവന നടത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള അപാകതയുമില്ല. നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം, ആശയപരമായിട്ട് അവർക്ക് യോജിപ്പില്ലാത്ത ഒരു വിഷയം, അതിനെയൊക്കെ തന്നെ പർവ്വതീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്, ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട്, വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അത് കേവലം നിരാകരണത്തിലൂടെ മാത്രമല്ല അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് കേവലം PC ജോർജിനെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ട് മാത്രമല്ല അഡ്രസ്സ് ചെയ്യേണ്ടത്. മറിച്ച് അങ്ങനെ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറയുന്നു, അത് കേവലം ഒരു വർഗീയതയുടെ പേരിലാണോ, ഇവിടെ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണോ, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ അതിന് പിന്നിൽ എന്ന കാര്യത്തിനെ പറ്റി അന്വേഷിക്കണം. ഇപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും ശ്രീ PC ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അദ്ദേഹം നിയമ നടപടികൾ നേരിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഷോൺ ജോർജ് അങ്ങനെയല്ല, ആ രീതിയിലല്ല. കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ ഇത് പറയുന്നത് എങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് എന്തുകൊണ്ട് പറഞ്ഞു? ഇപ്പോൾ പരസ്യമായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും രഹസ്യമായിട്ട് ആഭ്യന്തരമായിട്ട് ഇങ്ങനെയുള്ള ചില പാർട്ടി ഡോക്യുമെന്റുകൾ ഉണ്ട് എന്ന് ജോർജ് M. തോമസിനെ പോലെ ഒരാൾ പറയുമ്പോൾ CPM എന്തുകൊണ്ടാണ്, ആരാണിത് തയ്യാറാക്കിയത്, എപ്പോഴാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്കും കുറച്ച് ബോധമുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ അവർക്കുണ്ടാകുമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ എലഫന്റ് ഇൻ ദ റൂം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ മുറിയിൽ ഒരു ആന നിൽക്കുകയാണ്, പക്ഷേ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഈ ആനയെപ്പറ്റി മാത്രം നമ്മൾ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു എലഫന്റ് ഇൻ ദ റൂമാണ് ഈ ലവ് ജിഹാദ് എന്ന രീതിയിലത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ന്യായാധിപന്മാർ, നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് KT ശങ്കരൻ അടക്കമുള്ള ന്യായാധിപൻ. അങ്ങനെ ആന വേണ്ടേ ശ്രീജിത്ത് പണിക്കരെ? അല്ല, ആനയുണ്ടെങ്കിൽ ആനയെപ്പറ്റി ചർച്ച ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അല്ലല്ല, ആ ആന ലവ് ജിഹാദാണ്, അത് വേണമെന്നാണോ താങ്കൾ പറയുന്നത്?
ഞാൻ പറഞ്ഞത് താങ്കൾ അത് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് അല്ല, അവിടെയാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ആന റൂമിലുണ്ടെങ്കിലും ആന റൂമിലില്ലല്ലോ. എലഫന്റ് ഇൻ ദ റൂം എന്ന കോൺസെപ്റ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ആന റൂമിലുണ്ടെന്ന് ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ആന ഉണ്ടെങ്കിൽ ആനയെ ചർച്ച ചെയ്തോട്ടെ, ഇല്ലാത്ത ആനയെ ഉണ്ടാക്കണതിനാ. അല്ല ഷാക്കിർ, എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അർത്ഥം മുറിയിൽ ആനയുണ്ട് എന്നും പക്ഷെ ആന ഉണ്ട് എന്ന് ആരും അംഗീകരിക്കാതെ അതിനെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത് ആന നിൽക്കുന്നു, ഈ ആനയെ കണ്ട ഭാവം നമ്മൾ രണ്ടും നടിക്കുന്നില്ല എന്നാണ്. അതിനർത്ഥം ആന ഇല്ല എന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ആന ഉണ്ട് എങ്കിൽ ആ ആന ഉണ്ട് എങ്ങനെ? അല്ല, താങ്കൾ അതിൽ അസ്വസ്ഥത കാണിക്കേണ്ടുന്ന കാര്യം എന്താണ്? എനിക്ക് അതാ മനസ്സിലാകാത്ത. മുസ്ലിം ലീഗ് ഇത് ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരോപണം ഉണ്ടായിരിക്കുന്ന ജോർജ് എം തോമസ് പ്രയാസപ്പെട്ട് ന്യായീകരിക്കാൻ നിൽക്കുമ്പോ സങ്കടം തോന്നുന്നു. ഞാനല്ല പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി എതിർക്കുന്ന ഷാക്കിർ, എന്നെ താങ്കൾ അസ്വസ്ഥത കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് താങ്കളല്ലേ? ഞാൻ സംസാരിക്കുന്നത് പൂർത്തീകരിക്കാൻ താങ്കളാണ് പുകമറ സൃഷ്ടിക്കുന്നത്. എങ്കിലേ അങ്ങയുടെ സമയത്ത് സംസാരിക്കൂ, എങ്കിൽ അങ്ങയുടെ അവസരത്തിൽ സംസാരിക്കൂ, എന്നെ തടസ്സപ്പെടുത്താതിരിക്കും. അല്ല, എന്നെ തടസ്സപ്പെടുത്താതിരിക്കും. അതാണ് അസ്വസ്ഥത. നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാർട്ടി CPM ആണ് എന്ന കാര്യത്തിൽ ഈ ചർച്ചയിലുള്ള ആൾക്കാർക്കെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകർക്കെങ്കിലും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എതിർക്കുന്ന CPM-ന്റെ ജോർജ് എം തോമസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ആശങ്കയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനെ എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ പാർട്ടി ലൈൻസിന് അക്രോസ് ആയിട്ട് BJP-യിൽ നിന്നുള്ള ആൾക്കാരും BJP-യിൽ അല്ലാതെ നിന്നിരുന്ന PC തോമസും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പാർട്ടിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ഘട്ടം വരെ. അങ്ങനെ ഉണ്ടായിരുന്ന PC ജോർജും ജോർജ് എം തോമസിനെ പോലെയുള്ള ആൾക്കാരും ജസ്റ്റിസ് KT ശങ്കറിനെ പോലെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പറഞ്ഞിരുന്നയാളും 2010 മറ്റോ ആണെന്ന് തോന്നുന്നു ശ്രീ VS അച്യുതാനന്ദൻ ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇവിടെ കേരളത്തിനെ പൂർണ്ണമായിട്ടും മുസ്ലിം വൽക്കരിക്കുന്നതിനുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും അടക്കം നിരവധി ആൾക്കാർ ഇതിന്റെ അപകടത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ മുറിയിൽ ആനയുണ്ട് എന്ന് പറഞ്ഞവരാണ്. ഇവിടെ ISIS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് ജോലി പോയി, അതായത് തന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അവസാന ദിവസം അത് കഴിയുന്ന സമയത്ത് അഭിമുഖം കൊടുത്തിരുന്ന ലോകനാഥ് ബെഹ്റയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇവിടെ ISIS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാവരും ഈ ആനയെ കണ്ടു ഷാക്കർ. ഇവരെല്ലാവരും ആനയെ കണ്ടു. അവരെല്ലാവരും വൈകിയ വേളയിലാണെങ്കിലും ഈ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ടാണെങ്കിലും മുറിയിൽ ഒരു ആന ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ആനയുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ പറയുന്നയാളിനെ ഉപദ്രവിക്കുന്നതിന് പകരം ആനയുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ? അതിന് താങ്കൾ എന്തിനാണ് അസ്വസ്ഥത പറയുന്നത്? ഇപ്പോൾ മുസ്ലിം ലീഗ് കൺവേർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു, ജോർജ് എം തോമസ് പറഞ്ഞു. ഇല്ല, ജോർജ് എം തോമസിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പോലും അത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ആണെന്നാണ്. എനിക്ക് അങ്ങനത്തെ അഭിപ്രായം പോലും ഇല്ല. കാരണം എൻ്റെ കയ്യിൽ തെളിവില്ല. ജോർജ് എം തോമസിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകും. പാർട്ടി ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ഈ ഒരു കാരണം മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന സമയത്ത് പാർട്ടിക്ക് ആ ബോധ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി താങ്കൾക്ക് പോലും പരിശോധിക്കാവുന്ന രീതിയിലത്തേക്ക് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതിനോട് ആശയപരമായി ചേരാത്ത ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, റെസ്പോൺസിബിൾ PC ജോർജിനെ പോലെ സാമാജികനായിരുന്ന ഒരു വ്യക്തി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്തും അത് നിഷേധിക്കുന്നില്ല. അപ്പൊ പിന്നെ നാക്കുപിഴയാണെന്ന് പറയാൻ പറ്റുമോ? നാക്കുപിഴ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന നാക്കുളുക്കലല്ലേ? ഇത് അങ്ങനെയല്ല, കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ആനയെ ഉണ്ടെങ്കിൽ ആ ആനയെ കണ്ടെത്തുകയും അതിനെ തളയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ അപകടമാണ്. അങ്ങനെയുണ്ടല്ലോ ഷാക്കിർ, ശ്രീ ഷാക്കിർ, അതുമുണ്ടല്ലോ. അതായത് അത്തരത്തിൽ അങ്ങ് ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളാതെ അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതിന് പ്രത്യേക ഒരുപാട് അന്വേഷണങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ് നമ്മളുടേത്. ഇതങ്ങനെ വിട്ടുകൊടുക്കേണ്ട, ആ സംശയത്തിന്റെ നിഴലങ്ങ് മാറട്ടെ. ആയിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ. അല്ല, ആർക്കാ പ്രശ്നം? സ്വാഗതം ചെയ്യാണ്. എന്നാൽ ഇത് ആനുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മത വിശ്വാസികളെയോ ആ സമുദായത്തെ കുതിര കയറണ്ട. യഥാർത്ഥത്തിൽ PC ജോർജ് പറഞ്ഞത് പരിഹാസ്യരാക്കി അവിടെ ഞാൻ മുഴുവനാകട്ടെ. എന്താണ് സംസാരിക്കാൻ സമ്മതിക്ക്? അല്ല, കളവില്ലെങ്കിൽ നിലപാടിൽ വ്യക്തതയില്ല. അല്ല രഞ്ജിത്തെ, ഞാനൊന്ന് പറയട്ടെ. ഇവരെന്തിനാ അസ്വസ്ഥത കാണിക്കുന്നത്? ശരി, ഞാൻ പറയട്ടെ. അതായത് ഇവിടെ ഒരുപാട് അന്വേഷണം ഇനി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇനി ഏതെങ്കിലും അന്വേഷണ ഏജൻസി കണ്ടെത്തുകയാണെങ്കിൽ അതിൽ ആർക്കെങ്കിലും കണ്ടെത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, PC ജോർജ് പറഞ്ഞതും പരിഹസിച്ചതും ക്രിസ്തുമത വിശ്വാസികളെയാണ്. അതായത്
ക്രിസ്ത്യാനികളെല്ലാം എല്ലാ പെൺകുട്ടികളും 24 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ മതം മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കിയത്? ആരെയാണ് പരിഹസിച്ചത്? ക്രിസ്തുമത വിശ്വാസികളല്ലേ? ആ വീട്ടിൽ നന്നായി ഇടവകയിലെ കാര്യമായിട്ട് അവർ പറഞ്ഞല്ലോ, കൃത്യമായി പിന്നെ ആരാധന നിർവഹിക്കുന്നവർ, കുടുംബത്തിൽ ധാർമ്മിക ബോധമുള്ളവര്, എല്ലാ കാര്യങ്ങളും നടത്തുന്ന ആളുകളെ കളിയാക്കി പരിഹസിച്ച് പി സി ജോർജിനെതിരെ യഥാർത്ഥത്തിൽ KCBC ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കണമെന്നാണ് സമിതി അടക്കം അനുകൂലമായി പറഞ്ഞു. ശ്രീ കരിമ്പുകാല ഇവിടെ PC അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു കേട്ടോ. അവസാനമായി 25 വയസ്സിനപ്പുറം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വീട്ടിൽ വെക്കരുതെന്ന്, വീട്ടിൽ നിർത്തരുതെന്ന് കരിമ്പുകാല. ക്രിസ്തുമത വിശ്വാസികളുടെ 25 വയസ്സിന് മുമ്പ് കെട്ടിച്ചു വിടണമെന്ന് അല്ലേ? അതല്ലേ ചെയ്തിട്ടുള്ളത്? ക്രിസ്തുമത വിശ്വാസികളുടെ മറുപടികൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതാണ് അവർ സംബന്ധിച്ചിട്ടുള്ളത്. കാരണവരുടെ അഭിപ്രായമാണ്. അല്ല രഞ്ജിത്തെ ഈ ഷാക്കിറിനോട് ചോദിക്കാനുള്ളത്, ഈ ലവ് ജിഹാദിന്റെ വിഷയം ആനയെ പലരും കണ്ടു എന്ന് പറഞ്ഞു. ശ്രീജിത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, കണ്ടവരൊന്നും മോശമുള്ളവരല്ല, സീനിയർ IPSകാരും മുഖ്യമന്ത്രിമാരടക്കമുള്ളവരൊക്കെയാണ് ഈ ആനയെ കണ്ടിട്ടുള്ളവർ. കണ്ടിട്ടുണ്ടോ? ഒരു തെളിവ് തീവ്രവാദികൾ വിളിച്ചു പറഞ്ഞത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻ സ്ഫോടന ശേഖരം പിടിച്ചിട്ടുണ്ട്. ഏതാനും മലയാളികളെ ശരി സമയക്കുറവുണ്ട്. PC-യിൽ തുടങ്ങി അവസാനം ആനയിലെത്തി ചർച്ച. നന്ദി ശ്രീ കെനഡി കരിമ്പുങ്കാല, ശ്രീജിത്ത് പണിക്കർ, ശ്രീ ഷാക്കിർ, ഒപ്പം ശ്രീ ഷാബു പ്രസാദ് ചർച്ചയുടെ ഭാഗമായതിന് സമയക്കുറവ് കാരണം ഇടപെടുകയാണ്. നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം PC വായടയ്ക്കാത്ത PC ജോർജ്, PC-ക്കെതിരെ വീണ്ടും കേസ്, ലവ് ജിഹാദിൽ PC ജോർജ് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. കാര്യമുണ്ട് എന്ന് 61% ആൾ അഭിപ്രായപ്പെടുന്നു, ഇല്ല എന്ന് 36% പേര്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.